ആരെയും മാത്തച്ഛൻ ഞാനാ ഈ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഒന്ന് അയച്ചു തരണം. പേടിക്കണ്ട, വണ്ടി മോഷ്ടിച്ചൊന്നുമല്ല, പുലിക്കാട് മുതലാളി പറഞ്ഞു വിട്ടതാ. അയ്യോ ആണോ? വണ്ടി ഇവിടെ കയറ്റിയിട്ടേക്കാൻ പറഞ്ഞു. എടാ ഈ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഒന്ന് അടിച്ചു കൊടുത്തേ. നമ്മളെ മനസ്സിലായില്ലല്ലോ. ഞങ്ങളവിടെ പുതിയതായിട്ട് വന്ന സ്റ്റാഫാ. എന്റെ മോള് അവിടുത്തെ സ്റ്റാഫാ, ആലീസ്. ആലീസ് ചേട്ടന്റെ മോളാ? കണ്ടാ പറയത്തില്ല കേട്ടോ. ഓ ഇനി ചിലപ്പോ ആലീസിന്റെ അമ്മച്ചിയുടെ ചായ ആയിരിക്കും. ചില കേസുകളിൽ അങ്ങനെയും വരാറുണ്ട്. പിന്നെ ആലീസല്ലേ ഇവിടുത്തെ ഓൾ ഇൻ ഓൾ. മുതലാളിക്ക് അവിടെ വലിയ കാര്യമാണ്. ചേട്ടന് ഒരു മോളോ ഉള്ളോ? ഏയ് എനിക്ക് 4 പെൺപിള്ളേരാ. ആലീസ് മൂന്നാമത്തേതാ. അപ്പൊ പെൺകുട്ടികളുള്ള ഒരു സന്തുഷ്ട കുടുംബമാണല്ലോ ചേട്ടന്റേത്. മൂത്തവർ രണ്ടുപേരും എവിടെ കെട്ടിച്ചിരിക്കുന്നത്? ആരും കെട്ടിച്ചിട്ടില്ല. എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. സമയമായിട്ടില്ലായിരിക്കും. നിങ്ങളുടെ വീട് എവിടെയാ? ഞങ്ങൾ കടമറ്റത്തുള്ളവരാ. ഞാൻ സണ്ണി, ഇവൻ കറിയ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. തന്തപ്പടി കൊള്ളാമല്ലോ. എന്ത് പ്രൊഡക്ഷൻ ആയത്! എല്ലാം പിടകളാണല്ലോ, ഒരൊറ്റ പൂവനില്ല. ഇതിനെല്ലാം കൂടി കെട്ടിച്ചയക്കണമെങ്കിൽ വീടും പറമ്പും വർക്ക്ഷോപ്പും അയാളെയും കൂടെ വിൽക്കേണ്ടി വരും. ആലീസ് മൂന്നാമത്താണല്ലേ? അത് ശരി. എന്ത്? അല്ല, ആലീസ് ഫിനാൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആലീസ് മൂന്നാമത്തെ കുട്ടിയല്ലെന്ന് ചങ്ങാതി ചോദിച്ചു. അതെന്നെ ഞാനും പറഞ്ഞത്. ഒരുമാതിരി പോക്കരത്തിനും പറയരുത്. നീ ഉദ്ദേശിക്കുന്ന നേരത്തുള്ള യാതൊരു താല്പര്യം എനിക്ക് കുട്ടിയോടില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ മൂത്തത് 2 കഴിയാതെ ഓവർടേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാവുമെന്നാ ഞാൻ പറഞ്ഞത്. ഓ, അത് ശരിയാണല്ലോ. നിന്റെ സോക്കേട് എനിക്ക് ആദ്യമേ മനസ്സിലായി. എടാ, അവളുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്തോട്ടെന്ന് കരുതിയല്ലേ നീ ജാക്കി ചാനാണെന്നൊക്കെ വച്ച് കാച്ചിയത്. എന്ത് പ്രയോജനം? അവൾ അടുക്കുന്ന ലക്ഷണമില്ല. എടാ, എല്ലാ പെൺകുട്ടികളും നീ ഉദ്ദേശിക്കുന്ന പോലെയല്ല. മിസ്റ്റർ കറിയ, ഫസ്റ്റ് യു ഹാവ് ടു സ്റ്റഡി ഫീമെയിൽ സൈക്കോളജി. സൈക്കോളജി മണ്ണാങ്കട്ട. മിസ്റ്റർ സണ്ണി, ഇത് ബുദ്ധിമുട്ടുള്ള കേസ്. ടു ബി ഫൈൻ. എന്തായാലും അവളുടെ ക്യാരക്ടർ എനിക്ക് വലിയ ഇഷ്ടമായിട്ടാ. ആരെയും കൂസാത്ത ഭാവം, ആ സ്മാർട്ട്നെസ്. നീ സീരിയസാ? അത്രയ്ക്ക് അങ്ങോട്ടില്ല. എന്നാലും ആണെങ്കിൽ ഒരു വഴിയുണ്ട്. ഭക്തി. ആ തന്തപ്പടിയുടെ കഴുത്തിലെ വെന്തിക്ക് ശ്രദ്ധിച്ചു. ആ കുടുംബം മുഴുവൻ ഒരു ഭക്തി ലൈനാണെന്നാണ് എന്റെ കണക്കൂട്ട്. അതുകൊണ്ട് ആ വഴിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ഐഡിയ. എന്നൊരു കാര്യം ചെയ്യാം. അവളെ വീഴിക്കാൻ വേണ്ടി ഇന്ന് മുതൽ ആ സൺഡേ സ്കൂളിൽ പോയി വേദപാഠം പഠിച്ചൊരു അച്ഛനാകാം. അത് കൊള്ളാം. ഓടാ. വേറെ വഴിയുണ്ട്. ചേച്ചി, ഒന്ന് സമാധാനിക്ക്. വന്ന് കിടക്ക്. വാ. എടാ, ഈ വണ്ടി പിടുത്തം ആരോഗ്യത്തിന് പറ്റിയ പണിയല്ല. ഇന്ന് അംബാസഡർ കാർ പിടിക്കാൻ പോയപ്പോൾ അനുഭവം കണ്ടില്ലേ? ഓരോന്നിന്റെ കയ്യിലും വടിവാളായിരുന്നത്. നമ്മൾ രക്ഷപ്പെട്ട ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ടാ. അതുകൊണ്ട് എന്റെ പൊന്നളിയ, നമുക്ക് ഈ പണിയൊക്കെ നിർത്തിയിട്ട് വല്ല സേഫ് ആയിട്ടുള്ള പണി നോക്കി പോവാം. വണ്ടിക്കല്ലേ ഇൻഷുറൻസ് ഉള്ളൂ, വണ്ടി പിടുത്തക്കാർക്ക് ഇൻഷുറൻസ് ഇല്ലല്ലോ. ഇനിയിപ്പോ ആ പുലിക്കാരനെ വെട്ടിച്ച് മുങ്ങി നടക്കണവന്മാര് നിസ്സാര പാർട്ടികളൊന്നുമല്ല, നല്ല 1ാം ക്ലാസ് വേന്ദ്രന്മാരായിരിക്കും. എന്നാ പണിക്കട ഇത്രയും രൂപ കിട്ടുന്നത്? ഓരോ വണ്ടി വെച്ച് നീ കണക്കാക്കളിയ രൂപ എത്രയാ? മുതലാളുടെ കൂടെ ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ സുഖമായിട്ട് കഴിയാന്ന്. ആലീസിനെ കണ്ടോണ്ടല്ലേ നീ ഇവിടെ കൂടാന്ന് പറയുന്നത്? തന്നെ ഒരു സംശയവും വേണ്ട. അത് പറയുമ്പോ നിനക്കടെ ചൊറിഞ്ഞു കയറുന്നത്. ആലീസിനെ സ്വന്തമാക്കാൻ വേണ്ടി എന്ത് ത്യാഗം സഹിക്കണം ഞാൻ തയ്യാറാ. എന്നാൽ നമുക്ക് ഇവിടെ വെച്ച് പിരിയേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞാൽ അതൊരു തെണ്ടിത്തരാവെന്ന് എനിക്കറിയാം. നിന്റെ എല്ലാ ശ്രമങ്ങൾക്കും എന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടളിയാ. ഒരു പരിധി വരെ നിനക്ക് വേണ്ടി ഈ കാര്യത്തിൽ ഒരു ബ്രോക്കർ ആകാനും എനിക്ക് മടിയില്ല. താങ്ക് യു. മാസത്തിൻ ചേട്ടനുണ്ടോ? ഉണ്ട്. അപ്പച്ചാ, ഇതിന്റെ അനിയത്തിയായിരിക്കും. ഹലോ. മുതലാളുടെ വണ്ടിക്ക് അല്പം ബ്രേക്ക് കുറവ്. അന്ന് ശരിയാക്കാൻ വേണ്ടി വർക്ക്ഷോപ്പിൽ ചെന്നു. വർക്ക്ഷോപ്പ് തുറന്നിട്ടില്ല. അപ്പച്ചനകത്തുണ്ട്, വരൂ.
വരൂ. ഇരിക്കൂ. ഇവരൊക്കെ എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാ. ചേച്ചി, അപ്പച്ചനെ വിളിച്ചേ. ആലിസിന്റെ അമ്മച്ചിയാണല്ലേ? അല്ല, വല്യമ്മച്ചിയാ. വല്യമ്മച്ചാണല്ലേ? അപ്പൊ ആലിസ് ചെറുമോളായിരിക്കും. വർക്ക്ഷോപ്പിൽ വണ്ടി നന്നാക്കാൻ വന്നതാ. ഞാൻ ഇറങ്ങട്ടെ വല്യമ്മച്ചി? ഇറങ്ങട്ടെ. ആലിസ് ഓഫീസിലേക്കല്ലേ? അതെ. ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, നിങ്ങൾ വർക്ക്ഷോപ്പിലേക്കല്ലേ? ഞാൻ ബസ്സിൽ പൊക്കോളാം. ഞങ്ങൾ വർക്ക്ഷോപ്പിൽ പോയിരുന്നു. ആ പുലിക്കാരന്റെ വണ്ടിയുടെ ബ്രേക്ക് ശരിയല്ല. ഞാൻ ഇന്ന് 9 മണിക്കാ വർക്ക്ഷോപ്പ് തുറക്കാറ്. ഇന്ന് സ്വല്പം വൈകി. നമുക്കിറങ്ങാം. തോർത്ത് പോവാ. ചായ കുടിക്കാനൊന്നും സമയമില്ലാത്തോണ്ട. വരട്ടെ. ബാക്കി ഗുഡ് മോർണിംഗ്. അനിയല്ലേ? അപ്പൊ എന്നെ മനസ്സിലായല്ലേ? എനിക്കും ഇതേ സ്വഭാവമാ. ഒരു തവണ കണ്ട പിന്നെ ആളെ മറക്കത്തില്ല. പ്രത്യേകിച്ച് ആനിയെ പോലുള്ളവരെ. രാവിലെ മുഖത്തോക്കി മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. ഈ ചുരിദാറിൽ ആനി അതീവ സുന്ദരിയായിരിക്കുന്നു. യു ലുക്ക് ബ്യൂട്ടിഫുൾ വിച്ച് ഇസ് ചുരിദാർ, സാൽവാർ കമ്മീസ് ആൻഡ് ഷോൾ. സോപ്പാണല്ലേ? അതെ, കുട്ടിക്കാലം മുതലേ ഞാൻ PI സോപ്പ് തേച്ചാണ് കുളിക്കുന്നത്. പുറത്താരോടും പറയരുത്. എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം തന്നെ പിന്നെ ഇതാണ്. ഇത് വാഷിങ്ങിനല്ലേ ആൾക്കാർ ഉപയോഗിക്കാറുള്ളൂ. 501 വാഷ് വെൽ, സൺലൈറ്റ് എക്സെട്രാ എക്സെട്രാ. ഞാൻ പിയേഴ്സിനെ 501 കുറിച്ചല്ല പറഞ്ഞത്. പിന്നെ നിങ്ങളുടെ ഡയലോഗിലെ സോപ്പിനെ കുറിച്ചാ. വരട്ടെ. മാത്തച്ഛൻ്റെ വീട്ടിൽ ചെന്നപ്പോ നമ്മുടെയൊക്കെ ഒരു വീട്ടിൽ ചെല്ലുന്ന പ്രതീതി അല്ലട കറിയ. ഒരുതരം പിന്നെ ആത്മബന്ധം. കറക്റ്റ്. ആ വീട്ടുകാരുമായിട്ട് കൂടുതൽ അടുക്കണമെന്നൊരു തോന്നൽ. 4 ടൈപ്പാ. എന്ത്? അല്ല, മാത്തച്ഛൻ്റെ പിള്ളേരെ. അല്ല സണ്ണി, നമ്മൾ കൊച്ചുനാള് മുതൽക്കേ ഒന്നിച്ച് കളിച്ച് വളർന്നതല്ലേ? അതെ, അതിപ്പോ പറയാൻ കാരണം ഇതുവരെ നമ്മൾ സുഖവും ദുഃഖവും ഒക്കെ ഒരുമിച്ച് പങ്കിട്ടു അല്ലേ? കിടന്ന് വരകാതെ കാര്യം പറ. അല്ല, നിന്റെ വിവാഹ കാര്യത്തിലും നമ്മുടെ ഈ യോജിപ്പ് നിലനിർത്തണ്ടേ? വേറൊന്നുമല്ല, ആലീസിന്റെ അനിയത്തി ആനിക്ക് ഒരു ഭാവി കൊടുക്കണമെന്ന് നീ ആവശ്യപ്പെട്ടാൽ അതനുസരിക്കേണ്ട ചുമതല എനിക്കില്ലേ? എന്തോ? അല്ല, നീ പറഞ്ഞാൽ ആനി വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ്. അത് ശരി. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ മോനെ. മാത്തച്ഛൻ്റെ കാശില്ലെന്നൊരു കുറവുള്ളൂ. നിന്നെ പോലത്തെ കൂത്താടിക്ക് തന്നെ കൊണ്ടൊന്നും പറയരുത്. ഓഹോ, അപ്പൊ ഇതാണ് നിന്റെ മനസ്സിലിരിപ്പല്ലേ? ആ. കാര്യത്തോട് അടുക്കുമ്പോ സ്നേഹം കോപ്പൊന്നുമില്ല. പിന്നെ എന്റെ ഭാര്യയുടെ അനിയത്തിന്റെ ഭാവി ഞാൻ നോക്കണ്ടേ? അപ്പൊ എന്റെ ഭാര്യയുടെ ചേച്ചിയുടെ ഭാവി ഞാനും നോക്കും. ആലീസിനെ നിനക്ക് കെട്ടിച്ചേരുന്ന പ്രശ്നമില്ല. ഓഹോ, എല്ലാം കൂടെ നിശ്ചയിച്ചു വെച്ചേക്കല്ലേ? സണ്ണി, പ്ലീസ്, ആനിയെ ഞാൻ ഇഷ്ടപ്പെട്ടു പോയടാ. എടാ കഴിവറുടെ മോനെ. എടാ മണ്ട, നിന്റെ ആഗ്രഹങ്ങൾക്ക് ഞാൻ തടസ്സം നിൽക്കുന്നു വിചാരിക്കുന്നുണ്ടോ? എടാ, നിനക്ക് ഇഷ്ടപ്പെട്ട കല്യാണം ഈ സണ്ണി നടത്തി തരൂടാ. സണ്ണിച്ചേട്ടാ. ചേട്ടനോ? ഭാര്യയുടെ ചേച്ചിയുടെ ഭർത്താവിനെ ചേട്ടാന്നല്ലേ വിളിക്കുന്നത്?